നെറ്റിയിലും തലയിലും ആഴത്തിലേറ്റ മുറിവുകളാണ് ഇന്നലെ കോന്നി ആനത്താവളത്തിൽ മരിച്ച 4 വയസ്സുകാരന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 4 വയസ്സുകാരൻ അഭിറാമിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നെറ്റിയുടെ മുകളിലേറ്റ പരിക്കും തലയ്ക്ക് പുറകിലേറ്റ പരിക്കും മരണത്തിന് കാരണമായെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അഭിറാമിന്റെ തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടി നിലത്തു വീണപ്പോൾ തലയ്ക്ക് പിറകിൽ പരിക്കേറ്റു. കോൺക്രീറ്റ് തൂൺ നെറ്റിയിലേക്ക് വീണ് നെറ്റിയുടെ മുകളിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം 4 വയസ്സുകാരന്റെ മരണത്തിൽ റാന്നി DFO ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് തേടിയത്. 4 വയസ്സുകാരന്റെ മരണത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം കോൺക്രീറ്റ് തൂണിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല. 4 വയസ്സുകാരന്റെ മരണത്തിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അപകട സാധ്യത ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചതായാണ് മനസ്സിലാക്കുന്നതെന്നും വനം മന്ത്രി പറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെയായിരുന്നു കോന്നി ആനക്കൂട്ടിൽ ദാരുണമായ സംഭവം നടന്നത്. ആനക്കൂടിന് സമീപത്തെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് അടൂർ കടമ്പനാട് സ്വദേശിയായ അഭിറാമായിരുന്നു മരിച്ചത്. ഇളകി നിൽക്കുകയായിരുന്ന കോൺക്രീറ്റ് തൂൺ കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. കുടുംബത്തോടൊപ്പം ആനകളെ കാണുന്നതിനായി ആനക്കൂട്ടിലെത്തിയതായിരുന്നു അഭിറാം. അപകടത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ അഭിറാമിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല.